ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു. ആന്റണി, ഈ ഗതാഗത നിയന്ത്രണം മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനന്തു, ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വിനോദസഞ്ചാര നിരോധനം, രാത്രി യാത്രാ വിലക്ക്, ഗതാഗത നിയന്ത്രണങ്ങൾ എന്നിവ തുടരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഗതാഗതം രാത്രികാലങ്ങളിൽ പൂർണ്ണമായും നിരോധിച്ചു. മലയോര മേഖലകളിലും രാത്രികാല യാത്രയ്ക്ക് കർശന വിലക്ക് തുടരുകയാണ്. ജില്ലയിലെ എല്ലാ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനാൽ കല്ലാർകുട്ടി, കല്ലാർ, പാമ്പള, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 9 അടി വെള്ളമാണ് കൂടിയത്. 2339.62 അടിക്ക് മുകളിലാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2376.20 അടിയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.7 അടി മാത്രമാണ്. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനന്തു. ശരി, ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ദേശീയപാത 85 അടക്കമുള്ള സ്ഥലങ്ങളിൽ ചിലയിടങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയാണ് കണക്കിലെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. ആന്റണി മുനിയറയാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.